ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റായിട്ട് വരയ്ക്കുന്ന ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ അല്ലേ. ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡാണ് പറഞ്ഞത്, ഇലക്ട്രിക് ഫീൽഡാണ് പറഞ്ഞത്. അതിൽ ഈ ആക്സിയൽ ലൈനിൽ 1/4πε0 2p/r³ ആണ് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ നമ്മൾ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ പഠിച്ചത് 1/4πε0 p/r³ എന്നാണ് പഠിച്ചത് അല്ലേ. ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഒരു കാര്യം പറയട്ടെ, ഇതാണ് ആക്സിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ പറയുന്നത്, അതായത് -q നിന്ന് +q പീൻ്റെ പേരെന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം -q to +q. ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ആക്സിയൽ. അതായത് ഈ ആക്സിയലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ ആക്സിയൽ. അതേ ഡയറക്ഷനിലായിരിക്കും എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ, അതായത് പിയും ഈ ആക്സിയലും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. സെയിം ഡയറക്ഷനല്ലേ, അപ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇവർ തമ്മിൽ ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ പി ആൻഡ് ഈ ആക്സിയൽ ആർ ഇൻ സെയിം ഡയറക്ഷൻ, ദർഫോർ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 ഡിഗ്രി. അതുപോലെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡ് ഉണ്ടല്ലോ, ഈ ഇക്വറ്റോറിയൽ പീക്ക് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് ഈ ഇക്വറ്റോറിയൽ ഉണ്ടാവുക. ഈ ഇക്വറ്റോറിയലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പീക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിലും ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അറ്റ് എനി പോയിന്റ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡ് അല്ലേ പറഞ്ഞത് ഡൈപോളിൻ്റെ. അപ്പോൾ ഡൈപോളിൻ്റെ കേസിൽ തന്നെ ഏതെങ്കിലും പോയിന്റിലുള്ള ഒരു ഫീൽഡ് നമ്മൾ പറയുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഡൈപോൾ -q +q. ഓക്കെ, അപ്പോൾ ഡൈപോളിൻ്റെ -q നിന്ന് +q P അല്ലേ, -q to +q ആണ് P. റെഡി. ഇനി ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് വിചാരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് പറഞ്ഞു, ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഫീൽഡാണ്, അറ്റ് എനി പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ R എന്നെടുത്തു. ഈ പോയിന്റ് O എന്നങ്ങനെ തൽക്കാലം വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഓയിലുള്ള ഫീൽഡാണ്. ഓയിലുള്ള ഫീൽഡ് നമ്മൾ എങ്ങനെ കാണും? ഓയിലുള്ള ഫീൽഡ് കാണാൻ ഞാൻ ഈ ആംഗിൾ തീറ്റ എന്നെടുത്തു. ആറും പിയും തമ്മിലുള്ള ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്നെടുത്തു. ഓക്കെ, ഈ പോയിന്റിലുള്ള ഫീൽഡ് കാണേണ്ട മെത്തേഡ്, ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, NCERTയിൽ ഡെറിവേഷൻ ഇല്ല, നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് പറയുകയാണ്, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. അതായത് ഈ രീതി ഇതാണ്. ഇതല്ലേ പി, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഈ പീനെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ 2 കമ്പോണൻ്റ് ആക്കുക. ഇങ്ങനെ വരും P cos θ അല്ലേ, തീറ്റേൻ്റെ അടുത്ത് കോസ്, അപ്പോൾ P cos θ വരും. ഓക്കെ, ഇതുപോലെ P cos θ ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയാണ് P sin θ വരിക, P sin θ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പോയിൻ്റ് ഉള്ളത് P cos θ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വിചാരിക്കും. P cos θ എന്നുള്ള ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, ഈ പോയിൻ്റ് ഉള്ളത് P cos θ എന്ന് പറയുമ്പോൾ ഒരു ഡൈപോൾ വിചാരിക്കുക. ശരിക്കും ഡൈപോൾ -q to +q ആണ്. അതിനെ നമ്മൾ 2 കമ്പോണൻ്റ് ആക്കി, ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. അപ്പോൾ ഒരു -q to ഇവിടെ ഒരു +q അങ്ങനെ വിചാരിക്കുക. 2 കമ്പോണൻറ്റ് ഈ ഡൈപോളിനെ 2 കമ്പോണൻ്റ് ആക്കിയ പോലെ വിചാരിക്കുക. അപ്പോൾ -q to +q ഒരു P cos θ ഇങ്ങനെ, -q to +q ഒരു P sin θ ഇങ്ങനെ, ആ രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിൽ ഈ പി കോസ് തീറ്റേൻ്റെ ആക്സിയൽ ലൈനിലല്ലേ ഈ പോയിൻ്റ് ഉള്ളത്. ആക്സിയൽ ലൈൻ നിങ്ങൾ പഠിച്ചതെന്നാണ്. ആക്സിയൽ ലൈനിൽ പി എന്ന് പറഞ്ഞാൽ പി കോസ് തീറ്റയാണ്. പിയുടെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ആക്സിയൽ ലൈനിൽ പി കോസ് തീറ്റേൻ്റെ ആക്സിയൽ ലൈൻ എന്നുള്ള രൂപത്തിലെടുക്കണം. പി കോസ് തീറ്റേൻ്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ പിൻ്റെ അതേ ഡയറക്ഷനിൽ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഈ ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ ലൈൻ അല്ലേ, പി കോസ് തീറ്റേൻ്റെ ആക്സിയൽ ലൈനിൽ പഠിച്ചെന്താണ്? ആക്സിയൽ ലൈനിൽ 1/4πε0, ആക്സിയൽ ലൈനിൽ 1/4πε0 2p/r³. പക്ഷേ പീൻ്റെ സ്ഥാനത്ത് പി കോസ് തീറ്റയാണ്. പി കോസ് തീറ്റേൻ്റെ ആക്സിയൽ ലൈനാണ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് തൽക്കാലം അതിനെ E1 എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? 1/4πε0 2p. ആക്സിയൽ ലൈൻ ആകുമ്പോൾ 2p/r³ ആണ്. പക്ഷേ പിയുടെ സ്ഥാനത്ത് പി കോസ് തീറ്റയാണ്. അപ്പോൾ 2p കോസ് തീറ്റ/r³ വരും. ഓക്കെ. 1/4πε0 2p കോസ് തീറ്റ/r³. ഇനി അതുപോലെ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം അസ്യൂം ചെയ്യേണ്ട, ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്. അപ്പോൾ ഈ ഡൈപോളിനെ നമ്മൾ 2 ഡൈപോളാക്കി, ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയും. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈപോൾ നിങ്ങൾ അസ്യൂം ചെയ്താൽ അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ആണ് പി സൈൻ തീറ്റ. ഇങ്ങനെ ഒരു ഡൈപോൾ അസ്യൂം ചെയ്താൽ അതിൻ്റെ ഇങ്ങനെ ഡൈപോൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വിറ്റോറിയൽ പെർപെൻഡിക്കുലറായിട്ടാണ് വരിക. ഇങ്ങനെ ആകുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരിക. ഓക്കെ. അപ്പോൾ പി സൈൻ തീറ്റേൻ്റെ ഇങ്ങനെ ഒരു ഡൈപോൾ അസ്യൂം ചെയ്താൽ ഇതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലാണ് ഇത് വരിക. ഓക്കെ. ഇക്വിറ്റോറിയൽ ലൈൻ നിങ്ങൾ പഠിച്ചെന്താണ്? ഇക്വിറ്റോറിയൽ ലൈനിൽ ഈ പീൻ്റെ സ്ഥാനത്ത് പി സൈൻ തീറ്റയാണ്. പി സൈൻ തീറ്റേൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലാണ് ഈ പോയിൻ്റ് ഉള്ളത്. ഈ പോയിൻ്റ് ഉള്ളത് പി സൈൻ തീറ്റയുടെ ഇതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലാണ്. ഇക്വിറ്റോറിയൽ ലൈനിൽ പഠിച്ചെന്താണ്? ഇക്വിറ്റോറിയൽ ലൈനിൽ പഠിച്ചത് പിക്ക് ഓപ്പോസിറ്റ് ആയി. പി എന്ന് പറഞ്ഞാൽ പി സൈൻ തീറ്റ, ഇതിന് ഓപ്പോസിറ്റ് ആയി. അപ്പോൾ പി സൈൻ തീറ്റ ഇങ്ങനെയാണ്. അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരും അല്ലേ. പി സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അതിനെ ഞാൻ E2 എന്ന് വിളിക്കുന്നു. E2 ഇക്വേഷൻ എന്താണ്? 1/4πε0 ഇക്വിറ്റോറിയൽ ലൈൻ അല്ലേ. ഇക്വിറ്റോറിയൽ ലൈനിൽ പി 1/4πε0 p/r³ എന്നാണ് അല്ലേ. 1/4πε0 p/r³. പക്ഷേ പീൻ്റെ സ്ഥാനത്ത് ആരാണ്? പി സൈൻ തീറ്റ. കാരണം പി സൈൻ തീറ്റേൻ്റെ ഇക്വിറ്റോറിയൽ ലൈനാണ്. ഓക്കെ. അപ്പോൾ p/r³ എന്നുള്ളത് പി സൈൻ തീറ്റ/r³ വരും. അപ്പോൾ ഈ പോയിന്റ് ഉള്ളത് ഇത്ര ഓർമ്മിച്ചാൽ ഈ പോയിന്റ് ഉള്ളത് പി കോസ് തീറ്റൻ്റെ ആക്സിയൽ ലൈനിൽ പഠിച്ചത് ഇതിൻ്റെ അതേ പി കോസ് തീറ്റൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. ഈ പോയിന്റ് ഉള്ളത് ഇങ്ങനെ ഡൈപോൾ എടുത്താൽ അതിൻ്റെ പി സൈൻ തീറ്റൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിൽ പഠിച്ചെന്നാൽ പീൻ്റെ സ്ഥാനത്ത് പി സൈൻ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇക്വിറ്റോറിയൽ ലൈനിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ 2 ഫീൽഡ് ഒന്ന് അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ. ഒരു ഡൈപോളിനെ നമ്മൾ 2 ഡൈപോളായിട്ട് അസ്യൂം ചെയ്തു. ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആക്കി. പി കോസ് തീറ്റ പി സൈൻ തീറ്റ എന്നുള്ള രൂപത്തിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാവും ഒന്നിൻ്റെ ആക്സിയൽ ലൈനിലും മറ്റേതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈനിലും. ആ രൂപത്തിൽ 2 എഴുതി. എന്നിട്ട് അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഇനി ഈ 2ൻ്റെ റിസൾട്ടൻ്റ് കാണണം. റിസൾട്ടൻ്റ് കാണുമ്പോൾ ഇതിന് പാരലായിട്ട് ഇവിടെ വരക്കണം അല്ലേ. ഇതിന് പാരലായിട്ട് ഇവിടെ വരക്കണം. അപ്പോൾ ഇതായിരിക്കും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ റിസൾട്ടൻ്റ് കാണാൻ എങ്ങനെയാണ്? റിസൾട്ടൻ്റ് കാണാൻ √E1² + E2² + 2E1 E2 cos θ ആ രൂപത്തിൽ ചെയ്യുമല്ലോ. അങ്ങനെ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് O. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിൻ്റ് O. ഈ O പോയിന്റിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് √E1² + E2² + 2E1 E2 cos θ ആ സാധനം അത് ചെയ്താൽ കിട്ടുക ഡെറിവേഷൻ. അതുകൊണ്ട് ഞാൻ ഡെറിവേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അത് കിട്ടുക ലാസ്റ്റ് ഇങ്ങനെയാണ്. 1/4πε0 p/r³ √3 cos² θ + 1 എന്നാണ് കിട്ടുക. 1/4πε0 p/r³ √3 cos² θ + 1 അതായിരിക്കും ഈ പോയിന്റിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ. ഇനി വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇതിൽ തീറ്റ എന്നുള്ള ആംഗിൾ ഈ ആംഗിളാണ് തീറ്റ. ഓക്കെ. ഇനി ഒരു കാര്യം തന്നെ നമുക്ക് വേറെ രൂപത്തിൽ പറയാം. ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്ന് അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ച് തീറ്റ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. പോയിന്റ് ഇങ്ങോട്ട് വന്ന് അപ്പോൾ തീറ്റ ഇങ്ങനെ കുറഞ്ഞു. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കുറഞ്ഞ് ആക്സിയൽ ലൈനിലെത്തുമ്പോൾ തീറ്റ 0 ആയിരിക്കും. ഈ തീറ്റ ഡിക്രീസ് ചെയ്ത് ഈ ആക്സിയൽ ലൈനിലെത്തുമ്പോൾ തീറ്റ കുറഞ്ഞ് 0 ആവും. ആക്സിയൽ ലൈനിലെത്തുമ്പോൾ തീറ്റ 0 ആവും. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ cos 0 1
കോസ് 0 1 കോസ് 0 1 പിന്നെ 3+1 3+1 4 √4 2 അപ്പോൾ 2p/r³ അതാ ആക്സിയൽ ലൈനിൽ 2p/r³. ഓക്കെ, ഇനി ഇക്വിറ്റോറിയൽ ലൈനിലേക്ക് വരുമ്പോൾ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ, പെർപെൻഡിക്കുലർ ഇവിടെയല്ലേ. ഇക്വിറ്റോറിയൽ ലൈനിൽ വരുമ്പോൾ തീറ്റ കൂടി ഈ തീറ്റ 90 ഡിഗ്രി ആവും. ഇങ്ങനെയല്ലേ വരുന്നത്. ഇക്വിറ്റോറിയൽ ലൈനിലാകുമ്പോൾ ഈ തീറ്റ 90 ഡിഗ്രി ആവും. ഇവിടെയുള്ള തീറ്റ 90 ഡിഗ്രി ആവും. 90 ഡിഗ്രി ആകുമ്പോൾ കോസ് 90 0 വരും. അപ്പോൾ ഈ ടേം 0 ആയി. ഇത് മൊത്തം 0 ആയാലും പിന്നെ √1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഇത് തന്നെ ആൻസർ p/r³. ഇക്വിറ്റോറിയൽ ലൈനിൽ p/r³. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന വേറൊരു കാര്യം, ഞാൻ ഈ ആംഗിൾ തൽക്കാലം ആൽഫ എന്നെടുത്തു. ആൽഫ. അപ്പോൾ ആ പിക്ചറിൽ നിന്ന് ടാൻ ആൽഫ എന്ത് വരും? ടാൻ ആൽഫ. അപ്പോൾ ആൽഫ ആര് തമ്മിലുള്ള ആംഗിളാണ്? ആൽഫ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും ഇവരുടെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും പിന്നെ E1 അല്ലേ, ഒരു ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും E1 തമ്മിലുള്ള ആംഗിൾ ഞാൻ ആൽഫ എന്നെടുത്തു. അങ്ങനെയാണ് ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് E2, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ E1 ആണ്. അപ്പോൾ ടാൻ ആൽഫ എന്ത് വരും? ടാൻ ആൽഫ ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ E2/E1 വരും. E2/E1. ഓക്കെ, E2/E1 എന്താ വരിക? E2 എത്രയാ? 1/4πε0 p sin θ/r³ E2/E1 ആണ്. E1 എത്രയാണ്? 1/4πε0 2p cos θ/r³ ആണ്. അപ്പോൾ ഇതെല്ലാം ക്യാൻസലായി. സോറി സൈൻ തീറ്റ ഇവിടെ ഉണ്ട്, r³ ക്യാൻസൽ. അപ്പോൾ ആൻസർ സൈൻ θ/cos θ, സൈൻ θ/cos θ ടാൻ തീറ്റ. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്ത് വരും? ടാൻ ആൽഫ ഈക്വൽ ടു സൈൻ θ/cos θ ടാൻ തീറ്റ ബൈ ഡിനോമിനേറ്ററിൽ ദർ ഇസ് എ 2, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടാൻ θ/2 വരും. തീറ്റ ഇത് ഈ ആംഗിൾ ആൽഫ. അപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ θ/2. ഒന്നുകൂടി ഞാൻ പറയാണ്, ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു ആൽഫ? ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും E1 തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. അപ്പോൾ കിട്ടിയ ആൻസർ ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ θ/2 എന്നാണ്. ഓക്കെ, റെഡി. നെക്സ്റ്റ് വൺ, ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഫീൽഡ് എത്രയായിരുന്നു? ഈ ആക്സിയൽ ലൈനിലെ ഫീൽഡ് എത്രയായിരുന്നു? ആക്സിയൽ ലൈനിൽ 1/4πε0 2p/r³ അല്ലേ ആക്സിയൽ ലൈനിൽ. ഇക്വിറ്റോറിയൽ ലൈനിലോ? ഈ ഇക്വിറ്റോറിയൽ എന്തായിരുന്നു? ഇക്വിറ്റോറിയൽ 1/4πε0 p/r³ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താലോ? ഈ ആക്സിയൽ ബൈ ഈ ഇക്വിറ്റോറിയൽ എന്താവും? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എന്താവും? എല്ലാം ക്യാൻസൽ ആവും. ഇതെല്ലാം ക്യാൻസൽ ആവും. ബാക്കി ഒരു ഇവിടെ 2a ഉണ്ടാവും. ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം ക്യാൻസൽ ആവുമല്ലോ, പിന്നെ 2a ഉണ്ടാവും. ഓക്കെ, ദർഫോർ ഈ ആക്സിയൽ ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വിറ്റോറിയൽ വരും അല്ലേ. 2 ഇൻറ്റു ഈ ഇക്വിറ്റോറിയൽ. ഈ ആക്സിയൽ ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഇക്വിറ്റോറിയൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വിറ്റോറിയൽ ലൈനിലുള്ള ഫീൽഡിൻ്റെ ഡബിൾ, അതിൻ്റെ ട്വൈസ് ആണ് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൻ്റെ കേസിൽ. ഓക്കെ, റെഡി. നെക്സ്റ്റ്, ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ an electric dipole placed in a uniform electric field. Torque experienced by an electric dipole placed in a uniform electric field. അപ്പോൾ ഹെഡിങ്ങിലുണ്ട് സംഭവമൊക്കെ. ഒരു ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ടോർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഡൈപോളിന്. അപ്പോൾ ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇക്യു ഡിസ്റ്റൻ്റ് ആയ, നമ്മൾ പറഞ്ഞാണിത്, ഇക്യു ഡിസ്റ്റൻ്റ് പാരലൽ ലൈൻസ് അല്ലേ. ഇക്യു ഡിസ്റ്റൻ്റ്
പാരലൽ ലൈൻസ് വഴിയാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ചാർജാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റ് എങ്ങാൻ പോലത്തെ ഒരു ഷീറ്റ് വിചാരിക്കും നിങ്ങൾ. പോസിറ്റീവ് ചാർജുള്ള ഷീറ്റ്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് എങ്ങനെയാണ്? ഫീൽഡ് എവേ ആണ് അല്ലേ? അപ്പോൾ സാധാരണ ഈ ഷീറ്റ് കാണിക്കൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനെ പിക്ചറിൽ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടാൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു ഷീറ്റ് ഓഫ് ചാർജ് എങ്ങാനുണ്ട്, അതിൻ്റെ ഫീൽഡാണ് അത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ. എന്നിട്ട് ഈ ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈപോൾ വെക്കുകയാണ്. ഈ യൂണിഫോം ഫീൽഡിനകത്ത് നമ്മളൊരു ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചു. -Q +Q ഇതിനകത്ത് നമ്മളൊരു ഡൈപോൾ വെച്ചു. ഓക്കെ. അപ്പോൾ ഡൈപോൾ വെച്ചിരിക്കുന്നത് ഇതിനകത്തൊരു ഡൈപോൾ വെച്ചു -Q. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഈ ഡൈപോൾ ഉള്ളത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. ഡൈപോളിൻ്റെ ലെങ്ത് നമ്മൾ സാധാരണ എടുക്കുക 2 അല്ലേ? ഈ ഡൈപോൾ ഉള്ളത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാന്ന് പറയാൻ കാരണം ഡൈപോൾ ഉള്ളത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡായത് അല്ലേ? അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഷീറ്റ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് +Qനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? +Qനെ റിപ്പൽ ചെയ്യും. ആ ഫോഴ്സ് കാണ്ടിക്കേഷൻ നമുക്ക് ഓക്കെ. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം, അതായത് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഇതിൻ്റെ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F = QE എന്നാണ്. F = QE. ദിസ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്താണ്? ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇത്. F = QE. അതേപോലെ ഈ പോസിറ്റീവ് നെഗറ്റീവിന് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ -QE എന്ന് എഴുതാം അല്ലേ? ഓക്കെ. രണ്ടിനും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഇതിൻ്റെ QE എന്നാണ്, ഇതിൻ്റെതും QE എന്നാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ മുകളിൽ +Q. അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടെന്നാ, +Q എപ്പോഴും +Qൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, +Qൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്പോൾ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറയാം, ഒരു ചാർജിനെ വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടും ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞു ഈ സാധനത്തിന് യൂഷ്വലി പിക്ചറിൽ കാണിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്തോ ഒരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചാൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഷീറ്റ് കാരണം എന്നാണ്. ഈ ഷീറ്റിനെ പിക്ചറിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ, +Qൻ്റെ മുകളിൽ ഇൻ ദ സെയിം ഡയറക്ഷനും -Qൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ആയിട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഡൈപോൾ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ QE + -QE അങ്ങനെയല്ലേ വരിക? ഓക്കെ. എന്ന് പറഞ്ഞാൽ QE - QE എന്നാണ് വരിക നെറ്റ് ഫോഴ്സ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ടെന്ന് സംഭവിക്കുക, നെറ്റ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം ഇതിന് ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഈ ഡൈപോളിന് ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ
ഇത് ഈ ഡൈപോൾ മൊത്തത്തിൽ ഇതാണ് ഡൈപോളെങ്കിൽ ഡൈപോൾ മൊത്തത്തിൽ മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഇതിന് ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വർഷം കപ്പിൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കപ്പിൾ പഠിച്ചില്ലേ, ഇങ്ങനെ ഒരു ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങനെ അതിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ഇങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഫോഴ്സ് വരുമ്പോൾ ഈ വെച്ചിരിക്കുന്ന റോഡാണ് റോഡ്, അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആകുമ്പോൾ ഇതിനെ തന്നെ ഇവിടെ തന്നെ ഒരു ഫോഴ്സ് അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആകുമ്പോൾ ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതേ സംഭവം ഇവിടെ ഉണ്ടാവും. ഈ ഡൈപോളിൻ്റെ മുകളിൽ ഈ ഫോഴ്സിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സാണ് ഇങ്ങോട്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ചേർന്നതാണ് ഒരു കപ്പിൾ. സോ ദീസ് ടു ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ഈ ഡൈപോൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഡൈപോളിനെ നമ്മൾ ഒരു യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, dipole is placed in a uniform external electric field, it has a tendency to rotate. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല, മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല, കാരണം നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട്. ഓക്കെ, പക്ഷേ ഇതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ദിസ് ടു ഫോഴ്സ് ഫോംസ് എ കപ്പിൾ ആൻഡ് ഇറ്റ് ടെൻസ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് മീൻസ് ദർ ഇസ് എ ടോർക്ക്. ടോർക്ക് എങ്ങനെയാണ് കാണുക? ടോർക്ക് ഈക്വൽ ഐദർ ഫോഴ്സ് അല്ലേ, ഐദർ ഫോഴ്സ്, ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫോഴ്സ്, ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. സോ ടോർക്ക് ഈക്വൽ ടു then ടോർക്കിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ, ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. ഐദർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഫോഴ്സ് എത്രയാണ്? QE ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ്. ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ്, ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, അല്ലാണ്ട് ഇങ്ങനെയൊന്നും വരയ്ക്കരുത്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അതേപോലെ ഈ പിക്ചറിൽ ഈ രണ്ട് ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെയാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, മറ്റേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാ വരിക. ഇതാണ് പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസിന് വേണമെങ്കിൽ ഒരു AB ഞാൻ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് AB ആണ്. പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് AB. സോ ടോർക്ക് ഈക്വൽ ടു QE ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് AB അല്ലേ, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് AB. ഞാൻ ഈ ആംഗിൾ എടുത്തു. ഇനി നിങ്ങൾ പിക്ചർ നോക്കൂ, ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? നോക്കോളെ, ഇത് -Q, കറക്റ്റ് മനസ്സിലാക്കാം. -Q to +Q, -Q എന്ന് +Qയിലേക്കല്ലേ Pൻ്റെ പേര് ഡൈപോൾ മൂവ്മെൻറ്റ്. -Q to +Q ആണ് P. ഇത് നമ്മളെ ഈ മാർക്ക് കാണിക്കുന്ന ആരുടെ ഡയറക്ഷനാണ്? ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇത്. അപ്പോൾ Pയും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണല്ലോ. Pയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഈ പിക്ചറിൻ്റെ അകത്തുനിന്ന് ഓക്കെ, ഇതിൽ നിന്ന് സൈൻ തീറ്റ ഈക്വൽ എന്ത് വരും? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. സൈൻ തീറ്റ ഈക്വൽ ഈ സൈഡ് AB ആണ്, AB, പിന്നെ ഈ സൈഡ് 2A ആണ് അല്ലേ, ഇതിൻ്റെ ലെങ്ത്ത് 2A അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു AB ബൈ ഇത് ലെങ്ത്ത് 2A, AB ബൈ 2A. സോ AB ഈക്വൽ ടു 2A സൈൻ തീറ്റ എന്ന് വരും. AB ഈക്വൽ ടു 2A സൈൻ തീറ്റ. സോ ടോ ഈക്വൽ ടു ഇൻറ്റു AB എത്രയാണ്? 2A സൈൻ തീറ്റ. ഓക്കെ, ദർഫോർ ടോർക്ക് ഈക്വൽ ടു Q ഇൻറ്റു 2A. Q ഇൻറ്റു 2A നമ്മൾ പഠിച്ചല്ലേ, Q ഇൻറ്റു 2A അതിൻ്റെ പേരാണ് P ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. Q ഇൻറ്റു 2A P, പിന്നെ E ഉണ്ട്, E സൈൻ തീറ്റ. സോ ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്നുള്ളൊരു ആൻസർ കിട്ടി.
ഓക്കെ, ഇത് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ടോ ഈക്വൽ ടു വെക്റ്റർ പി ഇ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എ ബി സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി അല്ലേ. അപ്പോൾ പി ഇ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ പി ക്രോസ് ഇ, വെക്റ്റർ ഫോമിൽ വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ എന്ന് എഴുതാം. പി ഇ സൈൻ തീറ്റ ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? പിക്ചർ നോക്കൂ, പിയും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ പിയും ഇയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, ഒരു ഇലക്ട്രിക് ഡൈപ്പോളിന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എല്ലാവരും സെയിം ആണ് അല്ലേ. എക്സ്റ്റേണൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ഇതിൻ്റെ മുകളിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. പക്ഷേ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇതിന് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല. സോ നെറ്റ് ഫോഴ്സ് വിൽ ബി 0 ബട്ട് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് ഇതിന് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല. പക്ഷേ ഈ ഡൈപോൾ ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് മീൻസ് ദർ ഇസ് എ ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതിൽ പിയും ഇയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നും പറഞ്ഞു. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഓരോ കേസ് പറയുകയാണ് നമ്മൾ. ഇതൊരു ഡൈപോള് -q + q ഡൈപോള്. ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ -q നിന്ന് +q-യിലേക്കാണ് പി. ഇനി ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പിയും സെയിം ഡയറക്ഷൻ അല്ലേ. നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോ ഈക്വൽ പി ഇ സൈൻ തീറ്റ എന്നാണ്. ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ? പിയും ഇയും തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ. ഇവിടെ പിയും ഇയും സെയിം ഡയറക്ഷനാണ്. ആയതുകൊണ്ട് തീറ്റ 0 ആണ്. അപ്പോൾ സൈൻ 0 1 ആണ്. അപ്പോൾ സൈൻ 0 0. സോ ടോ ഈക്വൽ ടു 0 വരും. എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇങ്ങനെ വെക്കുന്നതിനെ നമ്മൾ പാരലായിട്ട് വെക്കുകയെന്നറിയാം. അപ്പോൾ ഡൈപോളിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വേറൊരു ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോളിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ തീറ്റ 0 ആയാൽ പാരലായിട്ട് വെച്ചാൽ ടോർക്കില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡൈപോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയും. ഡൈപോൾ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. കാരണം ടോർക്ക് 0 ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ടോർക്ക് 0 ആണ്. ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ചാൽ ടോർക്ക് 0 ആണ്. ഇനി ആൻറ്റി പാരലായി വെച്ചാലോ? ഇത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ആൻറ്റി പാരലായി വെക്കുന്നു. -q വിട +q വിട, നേരെ തിരിച്ച്. -q നിന്ന് +q-യിലേക്കല്ലേ പി? -q നിന്ന് +q-യിലേക്കാണല്ലോ പീൻ്റെ ഡയറക്ഷൻ. അപ്പോൾ പിയും ഇയും എങ്ങനെയാണല്ലേ? പിയും ഇയും ഉള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ആൻറ്റി പാരല. അപ്പോൾ തീറ്റ 180 ആണ്. തീറ്റ 180 ഡിഗ്രിയാണ്. അപ്പോൾ ടോർക്ക് എന്താവും? ടോ ഈക്വൽ പി ഇ സൈൻ തീറ്റ തീറ്റ 180 ആണ്. തീറ്റ 180 സൈൻ 180 0 ആണ്, അഗെയിൻ 0. അപ്പോൾ ടോർക്ക് അഗെയിൻ 0 തന്നെയാണ്. അപ്പോൾ ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണ്. ടോർക്ക് 0 ആണ്, അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇതിനെ പാരലായിട്ട് വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ഓർമ്മിക്കണേ, പാരലായി വെച്ചാലും ആൻറ്റി പാരലായി വെച്ചാലും ടോർക്ക് 0 ആയതുകൊണ്ട് ഡൈപോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ വെൻ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് പാരലൽ ഓർ ആൻറ്റി പാരലൽ ടു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദെൻ ടോർക്ക് ഈസ് 0. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഡൈപോൾ ഇങ്ങനെയൊക്കെ വെച്ചു. ഡൈപോൾ -q + q ഇങ്ങനെയൊക്കെ വെച്ചാൽ എന്താവും? നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, ഇവിടെ ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഡൈപോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇത് +q വിടെത്തും, -q വിടെത്തും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടോർക്കിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വിടെത്തും. അപ്പോൾ ഇത് പാരലായി. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെയായി പാരലായ പിന്നെ ടോർക്ക് എത്രയാണ്? 0 ആണ്. ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആയാൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യില്ല. പക്ഷേ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യാം. കാരണം ഇനേർഷ്യ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇതിങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ടോർക്ക് എന്തായി? 0 ആയി. ടോർക്ക് 0 ആയാലും അത് ചിലപ്പോൾ അതേ അവസ്ഥയിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും ഡ്യൂ ടു ഇനേർഷ്യ. അപ്പോൾ താഴോട്ടേക്ക് പോകും. അപ്പോൾ +q ഇവിടെ എത്തും, -q ഇവിടെ എത്തും, ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പാരലാകുമ്പോൾ ടോർക്ക് 0 ബട്ട് ഡ്യൂ ടു ഇനേർഷ്യ ഇതിങ്ങനെയാവും. ഇങ്ങനെയാകുമ്പോൾ പിന്നെ +q-ൻ്റെ മുകളിൽ ഫോഴ്സ് അങ്ങോട്ടല്ലേ, -q-ൻ്റെ മുകളിൽ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ, ഡ്യൂ ടു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് പോയാലും പിന്നെ ഫോഴ്സ് ഇങ്ങനെയാണ് വരിക. ഫോഴ്സ് ഇങ്ങനെയും വരുമ്പോൾ എഗെയിൻ അത് റീറൊട്ടേറ്റ് ചെയ്യും. ഫോഴ്സ് ഇങ്ങോട്ടുമാണ്.
അപ്പോൾ ഇത് റീറൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഓസിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അത് പറഞ്ഞു. ഇനി തീറ്റ 90 ആകുന്ന കേസ്, തീറ്റ 90 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതാണ് നമ്മളെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഇങ്ങനെ വെച്ചു, -q +q ഇങ്ങനെ വെച്ചു. -q നിന്ന് +qയിലേക്കാണ് പിയും ഇയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ ടോർക്ക് എന്താവും? ടോ ഈക്വൽ PE sin തീറ്റ 90 ആണ്, sin 90 1 ആണ്. അപ്പോൾ PE വരും. ഇതാണ് ടോ മാക്സിമം ടോർക്ക്. ഈ കേസിലാണ് ടോർക്ക് മാക്സിമം ആവും. അപ്പോൾ ഡൈപോളിന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ ടോർക്ക് എന്താണ്? മാക്സിമാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ ടോർക്ക് മാക്സിമാണ്. ഇനി ഇങ്ങനെ വെച്ചാലോ? അപ്പോൾ പെർപെൻഡിക്കുലറായി വെക്കുമ്പോൾ ടോർക്ക് മാക്സിമം. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെ വെക്കുക. ഇവിടെ -q, ഇവിടെ +q. ഓക്കെ, ഇങ്ങനെ വെക്കുക, നേരെ റിവേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ പി ഇങ്ങനെയല്ലേ, നമ്മൾ ആംഗിൾ മെഷർ, ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? പിയും ഇയും തമ്മിലുള്ള ആംഗിളല്ലേ തീറ്റ. അപ്പോൾ ഈ മുതൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പം ഈ മുതൽ പി വരെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. ഈ മുതൽ പി വരെ ഇങ്ങനെയല്ലേ മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ പി ഇങ്ങനെയാണല്ലേ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മെഷർ ചെയ്യുമ്പോൾ ഈ മുതൽ പി വരെ ഇങ്ങനെ വരിക. ആംഗിൾ മെഷർ ചെയ്യുക ഈ മുതൽ പി വരെ. അപ്പോൾ ഇവിടെ 90 ഈ മുതൽ പി വരെ 90. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ 270 ഡിഗ്രി ആവും. നോക്കിക്കോ, ഇവിടെ വരെ 180യും 90യും 270 ഡിഗ്രി ആവും. ഓക്കെ, ആ കേസിൽ 270 ഡിഗ്രി ആകുമ്പോൾ നോക്കോ, 270 ഡിഗ്രി ആകുമ്പോൾ ഇതെന്താവും? 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ sin 270 എന്ന് പറയുമ്പോൾ -1 ആണ്. sin 270 -1 ആണ്. അപ്പോൾ -1 ആയതുകൊണ്ട് ഇത് -PE ആവും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചാലോ? അതായത് ഇവിടെ ഇവിടെ തീറ്റ ആംഗിൾ ഈ ആക്സിസിൽ ടോർക്കിൻ്റെ മാക്സിമം എത്രയാ? PE. ഇവിടെ ഞാൻ -PE നിർത്തും. തീറ്റ മാർക്ക് ചെയ്യുന്നു. തീറ്റ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/2 അല്ലേ. 90 ഡിഗ്രി 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ π. 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്? 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3π/2 എന്നാണ് വരിക. 270 ഡിഗ്രി നോക്കിക്കോ, 3π/2 എന്നാണ് വരിക. പിന്നെ 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2π. 360 ഡിഗ്രി. ഓക്കെ, ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ? പിയും ഇയും തമ്മിലുള്ള ആംഗിളായിരുന്നു തീറ്റ. ഫസ്റ്റ് തീറ്റ നോക്കൂ, തീറ്റ 0 സ്റ്റാർട്ട് ഒറിജിൻ. തീറ്റ 0 എന്ന് പറഞ്ഞാൽ ഈ കേസ്, ഫസ്റ്റ് കേസ്. തീറ്റ 0 ആകുമ്പോൾ ടോർക്കും എന്താണ്? 0. അപ്പോൾ തീറ്റയും 0 ടോർക്കും 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ അല്ലേ. തീറ്റയും 0 ടോർക്കും 0 ഒറിജിൻ. പിന്നെ തീറ്റ π/2 കണ്ടോ, തീറ്റ π/2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി അല്ലേ. തീറ്റ π/2 90 ഡിഗ്രി. തീറ്റ π/2 90 ഡിഗ്രി. ആ കേസിൽ ടോർക്ക് മാക്സിമം എന്ന് പറഞ്ഞു PE. ഇപ്പോൾ π/2 ആകുമ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മാക്സിമം. അപ്പോൾ PE ടോർക്ക് മാക്സിമമാണ്. അപ്പോൾ ഇവിടെയാണ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഇവിടെ. തീറ്റ 0 ആകുമ്പോൾ ടോർക്ക് 0. തീറ്റ 90 ആകുമ്പോൾ ടോർക്ക് മാക്സിമം PE. ഇനി തീറ്റ π എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാ ആൻറ്റി പാരലായി വെക്കുന്ന കേസ്. ആ കേസിൽ നമ്മൾ പറഞ്ഞു ടോർക്ക് 0 ആണ്. അപ്പോൾ തീറ്റ π ആകുമ്പോൾ ടോർക്ക് 0 ആണ്. π ആകുമ്പോൾ ടോർക്കില്ല. അപ്പോൾ ഇവിടെ തന്നെയാണ് പോയിന്റ് വരിക, ടോർക്കില്ല. അടുത്ത 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി. അത് ഞാൻ ഇവിടെ പറഞ്ഞു. 270 ഡിഗ്രി ആകുമ്പോൾ തീറ്റ 270 ഡിഗ്രി ആകുമ്പോൾ sin 270 -1 ആണ്. -1 ആകുമ്പോൾ ഇത് -PE എന്നാണ് വരിക. അപ്പോൾ 270 ആകുമ്പോൾ -PE താഴെ വരിക. അടുത്ത തീറ്റ 2π എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ sin 360 എന്താണ്? 0 ആണ്. sin 360 0 ആകുമ്പോൾ ടോർക്ക് 0. അപ്പോൾ ടോർക്ക് 0. അപ്പോൾ 2π ആകുമ്പോൾ ടോർക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയിന്റ്, ടോർക്കില്ല. അപ്പോൾ പോയിന്റ്സ് ഇതൊക്കെയല്ലേ പോയിന്റ്സ്. അപ്പോൾ ഗ്രാഫ് വരെ ഇങ്ങനെയാണ്. ടോർക്കും ആംഗിളും തമ്മിലുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഗ്രാഫ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആര് തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ഇ അവർ തമ്മിലുള്ള ആംഗിൾ ഇങ്ങനെ വരിക.
ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ.